everyone, welcome back to my YouTube channel. അപ്പോൾ ഇന്ന് നിച്ചുവിൻ്റെ ഒരു ഈവനിങ് ആണ് കാണിക്കുന്നത്. നിച്ചുവിനെ കൊണ്ട് ഞാൻ പുറത്ത് പോവാണ്. എനിക്ക് ഓഫുള്ള ഡേയ്സിലൊക്കെ ഞാൻ അവളെയും കൊണ്ട് പുറത്ത് പോകാറുണ്ട്. അപ്പം അവൾ റെഡി ആയിട്ട് നിൽക്കുകയാണ്. ഷൂസൊക്കെ ഇടാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടുണ്ട്. ഇത് ഞാൻ മാക്സിമം വാങ്ങിച്ച ഷൂ ആണ്. ഇത് നല്ല കംഫർട്ടബിൾ ആണ്. അവൾക്കും ഇങ്ങനത്തെ ഷൂസൊക്കെ ഇട്ട് നടക്കാനാണ് ഇഷ്ടം. അപ്പോൾ ഇന്ന് സ്ട്രോളർ വേണോ സ്കൂട്ടർ വേണോ എന്ന് ചോദിച്ചപ്പോൾ അവൾക്ക് സ്ട്രോളർ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ സ്ട്രോളർ കയറിയിട്ടുണ്ട്. അപ്പോൾ പുറത്ത് നല്ല ഇരുട്ടാണ്. ഈവനിങ് എന്ന് പറഞ്ഞാലും ഒരു 6:30 ഒക്കെ ആയപ്പോഴാണ് ഞങ്ങൾ ഇറങ്ങിയത്. പക്ഷെ എന്നാലും നല്ല ഇരുട്ടായിട്ടുണ്ട്. ഇവിടെ എങ്ങനെയാണ് വിൻ്റർ ടൈമിൽ 6:30, 6 o'clock ഈ ഒരു ഇരുട്ടായിരിക്കുകയാണ് ഉണ്ടായിരിക്കുന്നത്. പിന്നെ ഇന്ന് ഫ്രൈഡേ ആയതുകൊണ്ട് അത്യാവശ്യം നല്ല തിരക്കൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ ബ്രിഡ്ജ് കയറിയിട്ടാണ് അപ്പുറത്ത് കടന്നിട്ടാണ് പോകുന്നത്. ഈ ബ്രിഡ്ജിലൊരു പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതൊരു സ്റ്റെപ്പ് കയറി പോകാൻ പറ്റില്ല നമുക്ക്, പക്ഷേ ലിഫ്റ്റ് യൂസ് ചെയ്ത് പോകാൻ പറ്റും. ഈ ബ്രിഡ്ജിലുണ്ടല്ലോ നമ്മൾ വാക്ക് ചെയ്യുന്നതിനനുസരിച്ച് ഇതിൻ്റെ കളർ ഇങ്ങനെ ചേഞ്ച് ആകും കേട്ടോ. ബ്ലൂ, പിങ്ക്, യെല്ലോ അങ്ങനെ പല കളേഴ്സ് വരും. നീച്ചിന് അത് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഇവിടെ അടിയിൽ എന്തോ ഒരു പ്ലാസ്റ്റിക് വിരിച്ചിട്ടുണ്ട്, കാരണം ഇവിടെ പെയിന്റിംഗ് ഒക്കെ ആയിരുന്നു. ഇനി ഇവിടെ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആ സിറ്റിയുടെ നല്ലൊരു വ്യൂ കിട്ടും കേട്ടോ. ഇവിടെ ഒരു ബ്ലോക്ക് ചെയ്ത് വെച്ചേക്കുന്ന ആ സ്റ്റെപ്പാണ് കേട്ടോ. അതവിടെ അവർ പണി എന്തോ നടന്നുകൊണ്ടിരിക്കുകയാണ്, അതിനെ ബ്ലോക്ക് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പോൾ നമുക്ക് ലിഫ്റ്റ് കയറി താഴേക്ക് പോകാം. അങ്ങനെ നമ്മൾ ഇപ്പോഴത്തെ സൈഡിലേക്ക് വന്നു. ഇവിടെ മാർക്ക് ആൻഡ് സേവിൻ്റെ ഷോപ്പൊക്കെ ഉണ്ട് കേട്ടോ. അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്, കാണാത്തവരുണ്ടെങ്കിൽ പോയി നോക്കിയോളൂ കേട്ടോ. നല്ല ബ്യൂട്ടിഫുള്ളും ക്ലീനും ആയിട്ടുള്ള റോഡ്സ് ആണ് കേട്ടോ ഇവിടെ ഉള്ളത്. പിന്നെ ഇവിടെ സൈഡിൽ കൂടെ കണ്ട് നല്ല ഫ്ലവേഴ്സ് ഒക്കെ വെച്ചിട്ടുണ്ട്. വിന്റർ ആകുമ്പോൾ വെക്കുന്ന ഫ്ലവേഴ്സ് ആണ്, പക്ഷെ സമ്മർ സീസൺ ആകുമ്പോൾ ഇത് മാറും കേട്ടോ. പിന്നെ ഇവിടുത്തെ ഈന്തപ്പനകളിലൊക്കെ സമ്മർ സീസൺ ആകുമ്പോൾ നന്നായിട്ട് കായ്ച്ചു കിടക്കും. നിച്ചു തന്നെ എൻ്റെ അടുത്ത് ഫോട്ടോ എടുക്കണ്ട, വീഡിയോ എടുക്കണ്ട എന്നിങ്ങനെ പറയാട്ടോ. അവർക്ക് ഇഷ്ടമല്ല ഇങ്ങനെ ഫോൺ ഇങ്ങനെ എപ്പോഴും പിടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് കണ്ട നല്ല പിങ്ക് ഫ്ലവേഴ്സ്, ഇതാണ് പെറ്റൂണിയ എന്ന് പറയുന്നത്. ഇതിൻ്റെ പല കളേഴ്സ് ഇങ്ങനെ റോഡിലൊക്കെ ഇവരിങ്ങനെ പിടിപ്പിച്ചിട്ടുണ്ട്. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. എല്ലാവരും വാക്ക് ചെയ്യുന്നത് കണ്ടപ്പോൾ നിജുവിന് വാക്ക് ചെയ്യണമെന്ന് ആഗ്രഹം. പിന്നെ അവൾ സ്ട്രോളറിൽ നിന്ന് ഇറങ്ങി അവൾ ഓടാൻ തുടങ്ങി. ഇത് നമ്മൾ അപ്പുറത്താണ് പോകുന്നത് കേട്ടോ. ഇത് പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൽഹോസനിലേക്കാണ്. ഖസർ അൽഹോസൻ എന്നാണ് ആ ബിൽഡിങ്ങിൻ്റെ പേര്. നമ്മളിപ്പോൾ സിഗ്നലിൽ നിൽക്കുവാണ്. ഇവിടെ ഒരു നല്ല ഫ്ലവേഴ്സ് ഒക്കെ വെച്ചിട്ടുണ്ട്. കണ്ട ഒരു യെല്ലോ ഫ്ലവേഴ്സ് ഒക്കെ നിൽക്കുന്നത്. ആ കാണുന്ന ബിൽഡിംഗ് ആണ് ഖസർ അൽഹോസന്. അപ്പോൾ നമ്മളിത് ഇപ്പോഴത്തെ സൈഡിൽ എത്തിയിട്ടുണ്ട്. ഇതിൻ്റെ വീഡിയോസ് ഞാൻ പലതവണ ചെയ്തിട്ടുണ്ട്. അതായത് ഇതിൻ്റെ ഉള്ളിലാണ് ചിൽഡ്രൻസ് ലൈബ്രറി വരുന്നത്. പിന്നെ ആണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ തന്നെയാണ് നമ്മൾ അൽഹോസൻ ഫെസ്റ്റിവലും. ഇതിൻ്റെ ബാക്ക് സൈഡിൽ കുറേ ഏരിയാസ് ഉണ്ട്, അവിടെയാണ് അൽഹോസൻ ഫെസ്റ്റിവൽ നടക്കുന്നത്. ഇവിടെ അതിൻ്റെ മേളിൽ കയറാൻ വേണ്ടി എന്നെ വിളിച്ചതാണ്. ഇതുവഴി ഇങ്ങനെ കുട്ടികളൊക്കെ ഇങ്ങനെ നടക്കാറുണ്ട് ഈ സമയത്ത്. ഇപ്പോൾ നോമ്പ് തുറക്കുന്ന സമയമായിട്ട് കേട്ടോ അധികം ആരും ഇല്ലാത്തത്. അപ്പൊ നിച്ചുവിനെ ഇന്ന് ഞാൻ കൊണ്ടുവന്ന് എവിടെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലൈബ്രറിയിലാണ്. ലൈബ്രറിയുടെ ഫുൾ വീഡിയോ ഞാൻ എടുക്കുന്നില്ല, കാരണം എൻ്റെ ഫസ്റ്റ് വീഡിയോ തന്നെ ചിൽഡ്രൻസ് ലൈബ്രറി ആയിരുന്നു. അതിൻ്റെ കുറച്ച് ഓഡിയോ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, അത് നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. ഇതുകൊണ്ട് ഇവിടെ ഖസർ അൽഹോസന്റെ ഒരു കംപ്ലീറ്റ് ഇൻഫർമേഷൻ അവരൊരു സ്റ്റോണിൽ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ബിൽഡിങ്ങിന്റെ കംപ്ലീറ്റ് ഇൻഫർമേഷൻ. ഈ ഒരു ബിൽഡിംഗ് എന്ന് വെച്ചാൽ ഇത് ഇവിടുത്തെ ഒരു ഹിസ്റ്റോറിക്കൽ ഒരു ബിൽഡിംഗ് ആണ്. ഇതിന്റെ ഭാഗമായിട്ടാണ് ഇവരുടെ കൾച്ചറൽ ഫൗണ്ടേഷന്റെ ഒരു പാർട്ടിന്റെ ഇതായിട്ടാണ് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരുപാട് ആക്ടിവിറ്റീസ് ഇവിടെ നടത്തുന്നത്. അപ്പോൾ നമുക്ക് അകത്തേക്ക് പോയി കാണാം. ഇവിടെ ഞാൻ പ്ലേ ഏരിയയിലേക്കാണ് നിച്ചുവിനെ കൊണ്ടുപോകുന്നത്. അപ്പം നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ അത് ഈ ഫ്രണ്ടിൽ വലിയൊരു ഫൗണ്ടൈൻ കാണാം. പിന്നെ ഇവിടെ ഇത് കണ്ടോ, ഇവർ ഈ സ്റ്റാറിന്റെ ഷേപ്പിൽ ഗ്രാസ് ഒക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. എല്ലാം സ്റ്റാറിന്റെ ഷേപ്പിലാണ് വെച്ചേക്കുന്നത്. അത് നല്ലൊരു ഭംഗിയാണ് കാണാനായിട്ട്. ഇത് ഇവിടുത്തെ നോമ്പ് തുറക്കുന്ന സമയത്ത് അറബ്സ് എല്ലാവരും കൂടെ വന്ന് അവരുടെ നോമ്പ് തുറക്കണ ഒരു ഏരിയ ആണ് കേട്ടോ. അവിടെ സീറ്റിംഗ് അറേഞ്ച്മെന്റ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് അങ്ങോട്ടേക്കാണ് പോകുന്നത്, ചിൽഡ്രൻസ് ലൈബ്രറിയിലേക്ക്. അതിൻ്റെ അടിയിലായിട്ട് അവർ ഒരു പ്ലേ ഏരിയ ഒക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, കുറച്ച് സ്ലൈഡിങ് ഒക്കെ ആയിട്ട്. ഒരു വയലറ്റ് കളറുള്ള സ്ലൈഡ് ഒക്കെ ഉണ്ട്, അവിടേക്കാണ് പോകുന്നത്. ഇവിടെ വന്ന് ഇങ്ങനെ പ്ലേ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിച്ചുവിന് ഏറ്റവും ഇഷ്ടമുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഈവനിങ് ടൈമിൽ ഒന്നെങ്കിൽ ഞാൻ ഇവിടെ കൊണ്ടുപോകും, അല്ലെങ്കിൽ ഞാൻ ഫാമിലി പാർക്ക് എന്ന് പറഞ്ഞ കോർണിഷിൻ്റെ ഒരു സൈഡുണ്ട്, അവിടെ കൊണ്ടും. ആ ഒരു വീഡിയോ ഞാൻ വേറൊരു ദിവസം ചെയ്യുന്നതായിരിക്കേ. അപ്പോൾ ഇവിടെ വന്നിങ്ങനെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ അവർക്ക് കുറേ ഫ്രണ്ട്സിനെ കിട്ടും. അവരൊക്കെ ആയിട്ട് കളിക്കുക എന്നുള്ളതാണ് അവരുടെ മെയിൻ ഹോബി.
ഈ ഫ്ലോറിൽ അവർ കംപ്ലീറ്റ് സ്പഞ്ച് ബെഡ് പോലെ, സ്പഞ്ച് ബെഡാന്ന് തോന്നുന്നു, എന്തായാലും നമ്മൾ നടക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആണ്, കുട്ടികളൊന്നും വീണാലും ഒന്നും പറ്റാത്ത രീതിയിലുള്ളൊരു സ്പഞ്ച് അവർ വിരിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇപ്പോഴത്തെ സൈഡിലായിട്ട് ഇപ്പോൾ റംദാൻ സീസൺ ആണല്ലോ, അപ്പോൾ ആ ഒരു ആംബിയൻസിൽ ഫോട്ടോ എടുക്കുന്ന രീതിയിലൊരു റൂം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് കുട്ടികൾക്ക് നമ്മുടെ അറബിക് ട്രഡീഷണൽ ഡ്രസ്സൊക്കെ ഇട്ട് ഫോട്ടോസൊക്കെ എടുക്കാം, അതിന് വേണ്ടിയിട്ട് വെച്ചേക്കുന്നതാണ് കേട്ടോ. അത് നമുക്ക് ഇട്ട് അവിടെ ഇരുന്ന് ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റും. ഇവിടെ ഒരു മിററൊക്കെ കൊടുത്തിട്ടുണ്ട്, നല്ല അടിപൊളിയായിട്ട് അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സൈഡിൽ കുറച്ച് മറ്റേ റാന്തൽ വിളക്കും അവരുടെ ആ പണ്ടത്തെ സാധനങ്ങളൊക്കെ അവരവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല കൊത്തുപണികളൊക്കെ ഉള്ളൊരു സ്ഥലമാണ്. ഇത് ടി വി ആണെന്ന് തോന്നുന്നു പണ്ട് കാലത്തെ. അപ്പം നമുക്ക് ആ ഒരു ആംബിയൻസിൽ ഇരുന്ന് ഫോട്ടോസൊക്കെ എടുക്കാം, നല്ല ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയൊരു പ്ലേസ് ആണ്. പിന്നെ നമുക്ക് എന്ത് ഹെൽപ്പ് വേണമെങ്കിലും ഇവിടുത്തെ സെക്യൂരിറ്റി ഗാർഡ്സിനോട് ചോദിക്കാം. കുട്ടികൾ തമ്മിൽ ഫൈറ്റ് ചെയ്യുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടെങ്കിൽ അവിടെ വാച്ച് ചെയ്യാൻ ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ. പിന്നത്തെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. നമ്മൾ യാതൊരു രീതിയിൽ എൻട്രി ഫീയും കൊടുക്കുന്നില്ല. നമ്മൾ കയറി വരുമ്പോൾ നമ്മുടെ ഫോൺ നമ്പേഴ്സ് കൊടുക്കുക, അത്രേ ഉള്ളൂ. ഇവിടെ 2 സ്റ്റെപ്സ് കൊടുത്തിട്ടുണ്ട് അവർക്ക് ആ സ്ലൈഡിങ്ങിലേക്ക് കയറാനായിട്ട്. 2 സ്റ്റെപ്പിൽ കൂടെയും കയറി പോവാം, കാരണം ഒരുപാട് പിള്ളേർ വരുന്ന സമയമാണ് കേട്ടോ ഇപ്പോൾ. പിന്നെ ഇവിടെ ഈ വോളിലൊക്കെ അവരുടെ ട്രഡീഷണൽ വീവിങ് മെത്തേഡ്സിനെ പറ്റിയിട്ടുള്ള നോട്ട്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അൽസാദു എന്നാന്ന് തോന്നുന്നു, വീവ് ചെയ്യണ ഒരു ലേഡിയുടെ ഫോട്ടോ ഒക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ പണ്ടത്തെ അവരുടെ സ്റ്റിച്ചിങ് രീതി, ടൈപ്സ് ഓഫ് സ്റ്റിച്ചിങ്, അതൊക്കെ അവർ ആ വോളിൽ കൊടുത്തിട്ടുണ്ട്. കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ പല ഷേപ്പിലുള്ള സർക്കിള്, ട്രയാങ്കിള്, അങ്ങനത്തെ ഉള്ള സ്പഞ്ച് കൊണ്ടുള്ള ഷേപ്സ് ഒക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. ആ ഷേപ്സിൽ അവർ ഈ സ്റ്റിച്ചിങ് പാറ്റേൺസ് ആണ് വെച്ചേക്കുന്നത്. അതായത് ഇവിടെ കളിക്കാൻ വരുന്നതിനോടൊപ്പം തന്നെ അവരുടെ കൾച്ചറും നമുക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് അവരിങ്ങനത്തെ ആക്ടിവിറ്റീസ് ഒക്കെ ഇവിടെ നടത്തുന്നത്. ഇങ്ങനത്തെ ടൈപ്സിലൊക്കെ ഷേപ്സ് ഒക്കെ കൊടുത്തു കഴിയുമ്പോൾ അവർ പെട്ടെന്ന് മനസ്സിലാക്കി കേട്ടോ. തീരെ ചെറിയ കുട്ടികൾ, ഇപ്പോൾ ഒരു 9 months ഒക്കെ ആയിട്ടുള്ള ബേബീസിനൊക്കെ വരാം കേട്ടോ. അതിനൊന്നും ഒരു റെസ്ട്രിക്ഷൻ ഇല്ല. തീരെ ചെറിയ ബേബി തൊട്ട് ഇവിടെ അലൗഡ് ആണ്. ഈ പ്ലേ ഏരിയയുടെ സൈഡിൽ തന്നെയാണ് ഒരു സ്റ്റിച്ചിങ് യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഇരുന്ന് ഇവർ പഠിപ്പിക്കാൻ അതിനെന്തൊരു ടൈമൊക്കെ ഉണ്ട്, ആ ടൈമിലാണ് അവരത് പഠിപ്പിക്കുകയൊക്കെ ചെയ്യുന്നത്. ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ മറ്റേ പ്ലേ ഏരിയ ഉണ്ട്. വിറ്റ് ഷേപ്സ് ഒക്കെ വെച്ച് വലിയൊരു ഹൗസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ്. അവൾ പൊക്കിക്കൊണ്ട് വരും, പക്ഷേ അത് അവിടെ നിന്ന് താഴെ പോകും. പക്ഷെ കുട്ടികൾക്ക് നല്ലൊരു ഫൺ ആൻഡ് എൻജോയ്മെൻറ്റ് തരുന്ന ഒരു ഏരിയ ആണ്. അവരുടെ ഹാൻഡ് ഐ കോർഡിനേഷനും ഫൈൻ മോട്ടോർ സ്കില്ലും ഒക്കെ ഡെവലപ്പ് ചെയ്യാൻ പറ്റിയൊരു പ്ലേസ് ആണ്. പിന്നെ നമ്മുടെ കുട്ടികളൊക്കെ ഇപ്പം ഫ്ലാറ്റിലൊക്കെ വരുന്ന കുട്ടികൾക്ക് മറ്റൊരു കുട്ടികളൊക്കെ ആയിട്ട് ഇൻട്രാക്റ്റ് ഒക്കെ ചെയ്യാനായിട്ടുള്ള ഒരു ഈസി മെത്തേഡും കൂടിയാണിത്. അങ്ങനെ അവസാനം കുറേ ഷേപ്സ് ഒക്കെ വെച്ച് അവളൊരു ഹൗസ് ഉണ്ടാക്കി കേട്ടോ. അതുകൊണ്ട് ഭയങ്കര ഹാപ്പിയാണ്.
അങ്ങനത്തെ അവിടുത്തെ ചാടിമറിയിലൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ മേലത്തെ ഫ്ലോറിലേക്ക് പോയി. അവിടെയാണ് ചിൽഡ്രൻസ് ലൈബ്രറി ഉള്ളത്. അപ്പോൾ നിച്ചുവിന് ഞാനൊരു 3 ബുക്സ് എടുത്തിട്ടുണ്ടായിരുന്നു, അത് ഞാൻ റിട്ടേൺ ചെയ്യുവാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ബുക്സ് എടുക്കണമെങ്കിൽ ഇവിടുത്തെ മെമ്പർഷിപ്പ് എടുക്കണം. അപ്പോൾ അവരൊരു ലൈബ്രറി കാർഡ് തരും, അത് വെച്ചിട്ട് നമുക്ക് ബുക്സ് എടുക്കാം. ഫ്രീ ആണ്. 2 വീക്സ് വരെ നമുക്ക് വീട്ടിൽ വെക്കാം. അത് കഴിഞ്ഞ് നമ്മൾ റിട്ടേൺ ചെയ്യണം. പിന്നെയുള്ള അധിക നേരം ബുക്കിൽ നോക്കി ഇരിക്കില്ല, പക്ഷെ ജസ്റ്റ് ഫോട്ടോസൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ബുക്സൊക്കെ വന്ന് തുറന്നു വെക്കാറുണ്ട്. പല ലാംഗ്വേജസിലുള്ള ബുക്സ് ഒക്കെ ഇവിടെ അവൈലബിൾ ആണ്. ഇതുണ്ടോ, സ്പാനിഷിൻ്റെ അങ്ങനെയൊക്കെ. പിന്നെ നമ്മുടെ ബെഡ് ടൈമിൽ പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന സ്റ്റോറി ബുക്സ് ഒക്കെ ഉണ്ട്. നല്ലൊരു പ്ലേസ് ആണ്. ഇതിൻ്റെ വീഡിയോ ഞാൻ കംപ്ലീറ്റ് ഇടുന്നില്ല, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ നേരത്തെ എൻ്റെ ഫസ്റ്റ് വീഡിയോ തന്നെ ചിൽഡ്രൻസ് ലൈബ്രറിയുടെ ആയിരുന്നു. അപ്പോൾ അത് കണ്ടാൽ മതി. ഇതിൻ്റെ ഉള്ളിൽ കുട്ടികളെ എൻഗേജ് ആക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് സ്ഥലമുണ്ട് കേട്ടോ. ലൈബ്രറി എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ബുക്ക് റീഡിങ് മാത്രമല്ല അവർ ഉദ്ദേശിക്കുന്നത്, പ്ലേയിങ് കൂടെയാണ്. അപ്പോൾ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള അതിനുള്ള എല്ലാ സൗകര്യങ്ങളും അവരിവിടെ ഉള്ളിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. പിന്നെ ലൈബ്രറിയുടെ റൂൾസ് ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് ചില ഇതുപോലത്തെ ഡ്രോയിങ് ആക്ടിവിറ്റീസ് ഒക്കെ നടത്താറുണ്ട്. ഇതൊക്കെ കംപ്ലീറ്റ്ലി ഫ്രീ ആണ്, പക്ഷെ പെയ്ഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ഉണ്ട്. നമുക്ക് പെയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇന്ന് അവിടെ മദേഴ്സ് ഡേയുടെ സ്പെഷ്യലായിട്ട് മദേഴ്സിന് ഹാർട്ട് വരയ്ക്കുന്ന ഒരു ഇതായിരുന്നു നടന്നുകൊണ്ടിരുന്നത്. അപ്പോൾ നിച്ചു അതിൻ്റെ ഉള്ളിലേക്ക് കയറി പോയിട്ടുണ്ട്. അവൾക്ക് ഞാൻ ഓറഞ്ച് സ്റ്റിച്ച് കൊടുത്തപ്പോൾ അവൾക്ക് ബ്ലാക്ക് ഹാർട്ട് മതി എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഇത് ബ്ലാക്ക് ആണ് കേട്ടോ വാങ്ങിയത്. അവൾക്കങ്ങനെ പ്രത്യേകിച്ച് വരയ്ക്കാമെന്ന് അറിയില്ല, ഇങ്ങനെ വെറുതെ ഇങ്ങനെ സ്ക്രിബിൾ ചെയ്തേ ഉള്ളൂ. എന്നാലും ഞാനത് പ്രൊമോട്ട് ചെയ്യും കേട്ടോ. കുട്ടികളുടെ ഇങ്ങനത്തെയുള്ള ആക്ടിവിറ്റീസിനെയൊക്കെ നമ്മൾ പ്രൊമോട്ട് ചെയ്യണം. അവർ ചെറുതായിട്ട് എന്തെങ്കിലും വരച്ചിട്ടുണ്ടെങ്കിൽ നമ്മളത് അവർക്കൊരു കൺഗ്രാറ്റ്സ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ അത് അവർക്ക് ഭയങ്കര ഒരു മോട്ടിവേഷൻ ആയിരിക്കും. അടുത്തിരിക്കുന്ന കുട്ടികളൊക്കെ ചെയ്യുന്നത് കണ്ടിട്ട് അവൾ എന്തൊക്കെയൊക്കെയോ ഒട്ടിച്ചു വെക്കുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം കുറച്ച് കുട്ടികളൊക്കെ ഉണ്ട്. ഇവിടുത്തെ സ്കെച്ചും പെൻസും ഗമ്മും ഒക്കെ ഇവർ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നതാണ് കേട്ടോ, നമ്മളാരും കൊണ്ടുവരുന്നതല്ല. അപ്പോൾ ഞാനിവിടെ അവളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടൊന്ന് കൂടെ ഇരുന്നതാണ്. അങ്ങനെ അവസാനം അവൾ ഡ്രോ ചെയ്ത പേപ്പറുമായിട്ട് ഇറങ്ങിയിട്ടുണ്ട് പപ്പനെ കാണിക്കാനെന്നും പറഞ്ഞിട്ട്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ, തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. ഇപ്പോൾ സമയം ഏകദേശം ഒരു 8:30 ആയിട്ടുണ്ട്. അപ്പം നല്ല തിരക്കുള്ള ടൈമാണ്. ഇപ്പോൾ നമ്മൾ റോഡ് ക്രോസ് ചെയ്യാൻ നിൽക്കുകയാണ്. നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നത് അങ്ങേ സൈഡിൽ കൂടിയായിരുന്നു. ഇപ്പോൾ തിരിച്ചു പോകുന്നത് ഇപ്പോഴത്തെ സൈഡിൽ കൂടിയാണ്, കാരണം എനിക്കൊന്ന് ഷോപ്പിൽ കയറണം. അപ്പോൾ ഇവിടുത്തെ ഒരു സൂപ്പർ മാർക്കറ്റാണ്, ഇതൊരു ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റാണ്. അപ്പോൾ നമ്മളവിടെ ഷോപ്പിലൊന്ന് കയറുന്നുണ്ട്. ഒരു ക്യാരറ്റ് കേക്ക് എടുത്തിട്ടുണ്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമ്പോൾ. പിന്നെ നിച്ചുവിന് ഈ മുറുക്ക് വേണമെന്ന് പറഞ്ഞിട്ട് അവൾ അത് എടുത്തിട്ടുണ്ട്. പിന്നെ ഈ ജ്യൂസ് എടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അവൾക്ക് ഇവിടുത്തെ ചെറിയ പാക്കറ്റ് ജ്യൂസ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ വണ്ടി എവിടെയോ തട്ടി, സോറി, കാരണം ഞാൻ ഒറ്റയ്ക്കാണെങ്കിലും മൊബൈൽ പിടിച്ചിട്ട് വണ്ടി തള്ളുമ്പോൾ അവിടെ ഇങ്ങനെ കൊള്ളുന്നതാണ്. ഇവിടെ ഞാൻ ഈ ചോക്ലേറ്റിൻ്റെ അൽമറയുടെ ഡെസേർട്ട് എടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. ഒരു ചോക്ലേറ്റ്, ഒരു ഡാർക്ക് ചോക്ലേറ്റ് ഇല്ല, അതിൻ്റെ ടേസ്റ്റാണ്. അത് നീച്ചിന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാനത് എടുത്ത് കൊടുത്തിട്ടുണ്ട് അവർക്ക്. ഇത് മോർണിംഗിൽ വീട്ടിലേക്ക് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി ഇടിയപ്പം വാങ്ങിയതാണ്. ഇത് നമ്മുടെ ഇൻസ്റ്റൻറ്റ് ഇടിയപ്പമാണ് കേട്ടോ. ഇത് നമ്മൾ ഇഡ്ഡലി പാത്രത്തിൽ വെച്ചിട്ട് ജസ്റ്റ് ചൂടാക്കിയാൽ മതി. പിന്നെ ഞാനൊരു നൂഡിൽസിൻ്റെ പാക്കറ്റ് കൂടി എടുത്തിട്ടുണ്ട്. ഇതും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനാണ്. പിന്നെ ഗാലക്സിയുടെ ഒരു ചോക്ലേറ്റ് എടുത്തിട്ട് പല ഫ്ലേവേഴ്സ് അവൈലബിൾ ആണ്. ഞാൻ കാരമലിൻ്റെ ഫ്ലേവറാണ് എടുത്തത്. അങ്ങനെ എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. വിൻ്റർ അവസാനിക്കാറായി കേട്ടോ UAE. അപ്പം എങ്കിലും ഇവിടെ ഈവനിങ് ടൈമിലൊക്കെ നല്ല കൂൾ ക്ലൈമറ്റ് ആണ്. പക്ഷെ ജാക്കറ്റ് ഇട്ടെന്നിറങ്ങിയാലും അന്ന് ഇത്തിരി ചൂട് ഫീൽ ചെയ്യും. അതുകൊണ്ടാണ് ജാക്കറ്റും തൊപ്പിയൊന്നും വെക്കാത്തത്. പക്ഷെ ഇന്ന് നല്ല കാറ്റുണ്ടായിരുന്നു കേട്ടോ.
അപ്പാർട്ട്മെന്റിലെത്തി. ഈ കാണുന്ന ബിൽഡിങ്ങിലാണ് നമ്മുടെ ഫ്ലാറ്റ് ഉള്ളത്. അപ്പോൾ നമ്മൾ തിരിച്ചു പോവാണ്. ഇനി വീട്ടിൽ ചെന്നിട്ട് വേണം നീച്ചൂരി ചോറൊക്കെ കൊടുത്തിട്ട് വേണം ഉറക്കാനായിട്ട്. അവളാണെങ്കിൽ ഈ മുറുക്ക് മാത്രം എൻ്റെ തന്നില്ല കേട്ടോ. അത് അവൾക്ക് അപ്പം തന്നെ ഓപ്പൺ ചെയ്യണമെന്ന് പറഞ്ഞ് മേടിച്ച് വെച്ചതാണ്. പക്ഷെ ഞാൻ വീട്ടിൽ ചെന്നിട്ട് ഓപ്പൺ ചെയ്ത് തരുമെന്ന് പറഞ്ഞ് ഇങ്ങനെ ഇരുത്തിയേക്കാണ്. അപ്പോൾ 8th ഫ്ലോറിലാണ് നമ്മുടെ റൂം വരുന്നത്. ലിഫ്റ്റിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാൻ ഇടുന്ന വീഡിയോ ഒക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടും. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റാ, ബൈ ബൈ.